ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കാൽസ്യത്തിൻ്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം കാണിക്കുന്ന പ്രധാനപ്പെട്ട 8 ലക്ഷണങ്ങളെ പറ്റിയാണ്. അതിന് മുന്നോടിയായിട്ട് കാൽസ്യത്തിൻ്റെ ബ്ലഡിലെ നോർമൽ റേഞ്ച് എങ്ങനെയാണെന്ന് നോക്കാം. 8.5 മുതൽ 10.2 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററാണ് ഇതിൻ്റെ നോർമൽ റേഞ്ച്. 8.5ലും കുറയുന്ന അവസ്ഥയിലാണ് കാൽസ്യം ഡെഫിഷ്യൻ്റ് ആണ് നമ്മൾ പറയുന്നത്. ഇനി ഇത്തരത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ലക്ഷണം മസിൽ ക്രാംസ് ആണ്. അതായത് കാലുകളിലെ മസിൽസ്, ബാക്ക് മസിൽസൊക്കെ വലിഞ്ഞു മുറുകുന്ന പോലെ തോന്നുന്നു. അതേപോലെ തന്നെ മസിൽസിന് വേദന അനുഭവപ്പെടുന്നു. രണ്ടാമത്തെ ലക്ഷണം ഫാറ്റീഗ് അഥവാ ക്ഷീണം അനുഭവപ്പെടുന്നു. എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുന്നു. മൂന്നാമത്തെ ലക്ഷണം വീക്ക് ആൻഡ് ബ്രിറ്റിൽ നെയിൽസ്, അതായത് നമ്മുടെ നഖത്തിൻ്റെ കട്ടി കുറയുകയും അത് പൊട്ടിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നു. നാലാമത്തെ ലക്ഷണം ഓസ്റ്റിയോപോർസിസ്, അതായത് എല്ലുകൾക്ക് തേയ്മാനം ഉണ്ടാകുന്നു. ചെറിയ മുട്ടലോ തട്ടലോ ഒക്കെ ഉണ്ടാകുമ്പോൾ തന്നെ എല്ലുകൾ പൊട്ടാനുള്ള ചാൻസ് കൂടുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അഞ്ചാമത്തേത് സ്കിൻ പ്രോബ്ലംസ് ആണ്. അതായത് സ്കിന്ന് ഡ്രൈ ആയി വരണ്ടു ഉണങ്ങുന്നു. അതേപോലെ തന്നെ സ്കിന്നിൻ്റെ സ്കെയിലിങ്സ്, സ്കിന്ന് പൊളിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ആറാമത്തെ ലക്ഷണം ടൂത്ത് ഡീക്കേയിങ് ആണ്. അതായത് പല്ലിൻ്റെ കാഠിന്യം കുറയുകയും പല്ല് കേടുവരികയും പൊട്ടിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. ഏഴാമത്തെ ലക്ഷണം ടിംഗ്ലിംഗ് ഓർ നംബ്നെസ് ഓഫ് ഫിംഗേഴ്സ് ആണ്. അതായത് കൈകാലുകളിലെ വിരലുകൾക്ക് മരവിപ്പ് അല്ലെങ്കിൽ കോച്ചിപ്പിടുത്തമൊക്കെ ഉണ്ടാകുന്നു. എട്ടാമത്തേത് തിൻ ആൻഡ് ബ്രിറ്റിൽ ഹെയർ ആണ്. അതായത് ഹെയറിൻ്റെ കട്ടി കുറയുകയും അത് പൊട്ടിപ്പോകുന്ന അവസ്ഥയും ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ.